ഫേസ് യോഗ ഫോർ ജോ ലൈൻ ഡെഫിനിഷൻ. അതായത് നമ്മുടെ ജോ ലൈൻ കറക്റ്റായിട്ട് നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടി ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാവും. ആസ് എ മാക്സിലറി സർജൻ ഈ സർജറീസ് എല്ലാം ചെയ്യുന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജോ ലൈൻ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഷാർപ്പായിട്ടുള്ള ജോ ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഫേസ് യോഗയൊന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാര്യമില്ല. നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബോട്ടോക്സ് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലേഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സർജറീസ് ചെയ്യാം. നിങ്ങൾക്ക് വീലൈൻ ഓസ്റ്റോട്ടമി, നിങ്ങളുടെ ലോവർ ജോ നമുക്ക് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്പോൾ പെർമനന്റ് ആയിട്ട് ബൊട്ടോക്സും ഫില്ലേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പെർമനന്റ് ആയിരിക്കത്തില്ല. അത് നമ്മളൊരു 1 or 2 years കഴിയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതിനെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് പിന്നെ ആഡപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീലൈൻ ഓസ്റ്റോട്ടമി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാൻഡിബിൾ ജോയുടെ ആംഗിൾസും സൈഡും ഒക്കെ നിങ്ങൾ ഓസ്റ്റോട്ടമി ചെയ്ത് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാർപ്പായിട്ടുള്ള ജോ ലൈൻ കിട്ടും. അത് സർജിക്കലി അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് വഴിയാണ് ജോ ലൈൻ ഷാർപ്പായിട്ടുള്ളത് കിട്ടുക. അതല്ലാതെ നമ്മൾ മസിൽസിനെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നമുക്ക് ഷാർപ്പ് ജോ ലൈനോ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. പിന്നെ ആകെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ മസിൽസ്, ഈ ഇരിക്കുന്ന മസിൽസിന് ചിലപ്പോൾ കുറച്ചൊരു ഹൈപ്പർട്രോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെ അത് ചിലപ്പോൾ വലുതാവാം എന്നല്ലാണ്ട് നിങ്ങളുടെ ഈ ജോ ലൈൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ബോണാണ്, അതല്ലാതെ നിങ്ങളുടെ മസിൽസ് അല്ല. മസിൽ ഇത് ഇവിടെ മാത്രമാണ് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേറ്റർ മസിൽസ് ഉള്ളത്. ഈ മസിൽസിന് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് ഈ മസാജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മാൻഡിബിൾ ബോണാണ് ഇതിന് തൊട്ടടുത്തുള്ളത്. നിങ്ങളുടെ സ്കിന്നുണ്ട്, അതിന് താഴെ ചെറിയൊരു മസിൽ ലെയർ ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റും മസിലും ചെറിയ മസിൽ ലെയർ ഒക്കെ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്താലോ ഫേസിൽ മസാജ് ചെയ്താലോ ഇത് ചെയ്താലോ നിങ്ങളുടെ മസിൽസ് അങ്ങനെ വ്യത്യാസം വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഷാർപ്പായിട്ടുള്ള ജോ ലൈൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഷാർപ്പായിട്ട് ജോ ലൈൻ കിട്ടണമെന്നുള്ളത് നിങ്ങളുടെ ഈ ജോ ലൈൻ്റെ ഇത് ഡെഫിനറ്റ് ആയിട്ട് വരണം. അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസ് ഒക്കെ വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതായത് നിങ്ങളുടെ ഇവിടെയുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് പോയി അതിന് താഴെയുള്ള ബോൺ ഡിഫൈൻഡ് ആവണം. ആ ഫാറ്റ് നിങ്ങൾക്ക് കളയാനുള്ള ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ്പോസക്ഷൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ ജോ ലൈൻ ഡിഫൈൻഡ് ആക്കാം.